ടേസ്റ്റിയും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് സേമിയ ഉപയോഗിച്ചിട്ടാണ്. സേമിയ ഉപയോഗിച്ച് നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു സ്വീറ്റ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കാണില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ അരിയുടെ സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേർത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നേർത്തത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാദ്യം നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതൊന്ന് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. സേമിയയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് സേമിയയായിട്ട് യോജിപ്പിച്ച് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ദാ ഇതുപോലെ വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്ത് നന്നായിട്ട് മിക്സറിൻ്റെ ജാറിലിട്ട് പൾസ് മോഡിലൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അത് 1/4 കപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും സേമിയയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരും. ആ ഒരു സമയം വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല. ചേർത്ത് കൊടുത്തിരിക്കുന്ന സേമിയ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. അതിൻ്റെ ക്രിസ്പിനെസ് പോകാൻ പാടില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം പാലൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്ന ആ ഒരു സമയം വരെ മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാണ് വേണ്ടത്. ഇത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം നെയ്യാക്കിയതിന് ശേഷം ഈ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ച് നന്നായിട്ട് അമർത്തിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വെറുതെ ഉരുട്ടിയിട്ട് നമുക്ക് ലഡ്ഡു പോലെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് മാത്രം ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇതൊട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും ആ ഒരു പൊടി ഉണ്ടായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ. കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയ ഉപയോഗിച്ച് നമ്മൾ സാധാരണ പായസവും അതുപോലെ തന്നെ ഉപ്മാവൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലത്തെ ഒരു സ്വീറ്റ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൽ സേമിയ ഇരിക്കുക. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പാല് ചേർത്ത് കുറച്ച് കൂടുതൽ സമയം വേവിച്ചെടുത്താൽ മതി. പക്ഷേ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.